ഖബറിനേക്കാൾ വഷളായിട്ടുള്ളത്, ഖബറിനേക്കാൾ ഭീകരമായിട്ടുള്ളത്, ഖബറിനേക്കാൾ പേടിപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയങ്കരമായത്, ഏറ്റവും ഭീതിയുള്ളത് അത് ഖബറാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുസ്ലിമീങ്ങളോട് ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഏത് രൂപത്തിലാണ് ഇത് നിങ്ങൾക്ക് അവതരിപ്പിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. ഉദ്ദേശിച്ചതുപോലെ പറയാൻ പറ്റുന്നൊരു സന്ദർഭമല്ല. നിങ്ങൾക്ക് കേൾക്കണോ? ഞാനും നിങ്ങളും എല്ലാവരും ഖബർ നമ്മളൊക്കെ കണ്ടതാണ്. അതേ സമയത്ത് നരകം നമ്മൾ കണ്ടിട്ടില്ല, മലക്കുകളെ നമ്മൾ കണ്ടിട്ടില്ല, സ്വർഗം നമ്മൾ കണ്ടിട്ടില്ല, മറ്റുള്ളതൊന്നും കണ്ടിട്ടില്ല. അതേ സമയത്ത് ഉപ്പയെ കൊണ്ടുപോയി കിടത്തിയ ഖബർ കണ്ടിട്ടുണ്ട്, ഉമ്മാനെ കൊണ്ടുപോയി കിടത്തിയ ഖബർ കണ്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളെ മരിച്ചതിന് ശേഷം കൊണ്ടുപോയി കിടത്തിയ ഖബർ നാം കണ്ടിട്ടുണ്ട്. ആ ഖബറിന്റെ സൗകര്യങ്ങൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെ രൂപഭാവങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കണോ? ഒരു മയ്യത്ത് ഖബറിൻ്റെ അടുത്തെത്തിയാൽ ഈ ഖബറിൽ എവിടെയാണോ നമ്മുടെ കാല് വരുന്നത്, ആ കാലിൻ്റെ നേരൊക്കെ തല വെച്ചുകൊണ്ട്, ആ രൂപത്തിലാണല്ലോ മയ്യത്ത് കട്ടിൽ വെക്കേണ്ടത്. ആ കട്ടിലിൽ നിന്ന് തല ഉയർത്തിയിട്ടാണ് പുറത്തേക്ക് എടുക്കേണ്ടത്. അങ്ങനെ പുറത്തേക്കെടുത്താൽ നല്ല ആരോഗ്യമുള്ള, നല്ല ആഴവും നീളവും ഉള്ള ഒരാൾ ആ ഖബറിലേക്ക് ഇറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇറങ്ങിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കുഴിക്കബറാണ്, ഖബറിന്റെ താഴ്ഭാഗത്ത് വേറൊരു കുഴിയാണ്. അതേ മനുഷ്യനെ അല്ലാഹു ബഹുമാനിച്ചതാണ്. വലഖദ് കറംനാ ബനി ആദമ, മനുഷ്യരെ മൊത്തം അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യനെയും മറവ് ചെയ്യുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിലേക്ക് മണ്ണിടരുത്. മനുഷ്യനെ ആദരവോടുകൂടിയാവും ഖബറിലേക്ക് വെക്കുന്നത്, ആദരവോടുകൂടിയാവണം മയ്യത്ത് എടുക്കുന്നത്. ഏത് മനുഷ്യനാണെങ്കിലും ആ മനുഷ്യനെ ആദരവോടെ മാത്രമേ എടുക്കാനും സ്പർശിക്കാനും പാടുള്ളൂ. ഒരാൾക്ക് സ്വന്തമായി ഒരു മയ്യത്ത് ചുമക്കാൻ പറ്റുമെങ്കിലും, ആരോഗ്യമുണ്ടെങ്കിലും ഒരാൾ സ്വന്തമായി മയ്യത്ത് ചുമക്കരുത്. ഒരാൾ സ്വന്തമായി മയ്യത്ത് തോളിലിടരുത്. അത് ആദരവിനെതിരാണ്. വളരെ ഭവ്യതയോടെ, ബഹുമാനത്തോടെ ആവണം മയ്യത്തിനെ തൊടുന്നതും ചുമക്കുന്നതും ഇറക്കുന്നതും. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ വളരെ സ്പീഡിലാണ് കൊണ്ടുപോകേണ്ടത്. പക്ഷേ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് കട്ടില ഇങ്ങനെ ഇളകിയിട്ട് ശബ്ദമുണ്ടാവരുത്. കട്ടില ഇളകിയിട്ട് മയ്യത്ത് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കരുത്. വളരെ അതപോടെ കൊണ്ടുപോകണം, വളരെ സ്പീഡിൽ കൊണ്ടുപോകണം. സ്പീഡിൽ കൊണ്ടുപോകുമ്പോഴും ആ മയ്യത്തിന് ഇളക്കം തട്ടരുത് എന്നല്ലേ ബഹുമാനപ്പെട്ട അയിമ്മത്ത് നമ്മെ പഠിപ്പിച്ചത്. അങ്ങനെ ആ ഖബറിന്റെ പിറകിൽ വെച്ചിട്ട് ആഴമുള്ള ആരോഗ്യമുള്ള ഒരാള് ആ ഖബറിലേക്ക് ഇറങ്ങിയിട്ട് ആ ചുറ്റുഭാഗത്തുള്ള ആളുകൾ ഈ ഖബറിങ്ങനെ മൂടിക്കൊടുക്കേണ്ടതാണ്. ചില ആളുകൾ കാണാം, ഈ മയ്യത്ത് ഇങ്ങനെ മൂടുമ്പോൾ ഇങ്ങനെ മനുഷ്യന്മാര് അവരെ തലക്കുമീതെ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി മൂടുമ്പോലെ മൂടുന്നു. അല്ല, ഈ മയ്യത്ത് കാണാതിരിക്കാനാണ് മൂടുന്നത്. ഈ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ആളുകളുടെ മുകളിലൂടെയല്ല മറപിടിക്കേണ്ടത്, മറിച്ച് ഈ മയ്യത്ത് കാണാതിരിക്കാൻ, പരിസരത്തുള്ളവര് തന്നെ കാണാതിരിക്കാൻ, ചുറ്റുമുള്ളവര് തന്നെ കാണാതിരിക്കാനാണ് ഈ രൂപത്തിൽ മറപിടിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ മറപിടിച്ചിട്ട് ആളുകൾ ഈ മയ്യത്തിന്റെ കട്ടിലിൽ നിന്നെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മധ്യഭാഗത്തോടൊരു മുണ്ടിട്ട് കൊടുക്കും. ആ മുണ്ട് പിടിച്ചുകൊണ്ടാണ് ഖബറിലേക്ക് ഇറക്കാറുള്ളത്. ഉമ്മമാരറിഞ്ഞില്ലല്ലോ, കാണാറില്ലല്ലോ. എല്ലാ രംഗത്തും ഇന്ന് അതാ അത്
ലൈവായിട്ട് ഫോട്ടോ എടുക്കുന്നു, ക്യാമറയിൽ പകർത്തുന്നു. എല്ലാ സ്ഥലത്തും ഇന്ന് ക്യാമറകളാ. ഒരു പുതിയ ആപ്പിള ഇറങ്ങുന്ന സമയത്ത് ക്യാമറയാണ്, പ്രാർത്ഥിക്കുന്ന സമയത്ത് ക്യാമറയാണ്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ക്യാമറയാണ്, പള്ളിയിലാണെങ്കിലും ക്യാമറയാണ്, എല്ലാം ഫോട്ടോ എടുക്കുകയാണ്. എന്നാൽ സത്യത്തിൽ ഫോട്ടോ എടുക്കേണ്ടത് ഈ രംഗമല്ലേ? ഇതിന് അർത്ഥം നാളെ മുതൽക്ക് ഖബറിലേക്ക് മയ്യത്തിറക്കി വെക്കുമ്പോൾ ആളുകൾ ക്യാമറയുമായി ഫോട്ടോ എടുക്കണമെന്നല്ല, തെറ്റിദ്ധരിക്കണ്ട. അതേ സമയത്ത് കാണേണ്ടതും ഓർക്കേണ്ടതും അതാണ്. സുബ്ഹാനല്ലാഹ്, ഈ മയ്യത്ത് ഖബറിലേക്ക് ചരിച്ചുകൊണ്ടാണ് ഇറക്കുന്നത്. അതിനെ നിവർത്തി മലർന്നു കിടക്കാൻ സൗകര്യമില്ല. ചരിച്ചാണ് ഖബറിൽ മയ്യത്ത് വെക്കേണ്ടത്. എന്തിനാണ്? കിബിലയിലേക്ക് നേരെയാണ് മയ്യത്ത് തിരിച്ചു കിടത്തേണ്ടത്. മയ്യത്ത് ഖബറടക്കി കഴിഞ്ഞാൽ ഒരുവിധം കാര്യത്തിനൊന്നും മയ്യത്ത് പിന്നെ തുറക്കാൻ പാടില്ല. അതും ആദരവിനെതിരാണ്. വളരെ നിർബന്ധമായ സാഹചര്യത്തിൽ മാത്രമേ മയ്യത്ത് ഖബർ തുറക്കാൻ പാടുള്ളൂ. ഒന്ന്, എന്തെങ്കിലും സമ്പത്ത് അതിൽ കൊഴിഞ്ഞു വീണുപോയി, പേഴ്സ് വീണുപോയി, മൊബൈല് വീണുപോയി, അല്ലെങ്കിൽ അതുപോലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വീണുപോയി, അതിൻ്റെ ഉടമക്കാരൻ അത് കിട്ടാതെ സമ്മതിക്കുന്നില്ല, അത് കിട്ടണമെന്ന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അതിനു വേണ്ടി ഖബർ മാന്താവുന്നതാണ്, തുറക്കാവുന്നതാണ്. മറ്റൊന്ന്, ഒരു മയ്യത്ത് കിബിലക്ക് നേരെയാണ് തിരിച്ചു കടത്തിയതെന്ന് ഉറപ്പില്ലാതിരുന്നാൽ, എല്ലാ മുസ്ലിമീങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. നമ്മുടെ നാട്ടിലും നമ്മുടെ മഹല്ലുകളിലുമൊക്കെ ഒരുപക്ഷെ ഖബർ കുഴിക്കുന്നത് വേണ്ടതുപോലെ വിവരമുള്ളവരാവണമെന്നില്ല, അവരത്ര ശ്രദ്ധിച്ചിരിക്കണമെന്നില്ല. പക്ഷേ ഓരോരുത്തരും ചിന്തിക്കണം, ഖബർ കുഴിക്കുന്നത് കിബില കൃത്യമായി കിബിലയുടെ നേരെയാവണേ. ചില പള്ളിക്കാട്ടിന് നമ്മൾ ചെന്നാൽ ആ പള്ളിയുടെ കിബിലയും അവിടുത്തെ ഖബറിന്റെ കിബിലയും വ്യത്യാസപ്പെടുന്നത് നമുക്ക് കാണാം. മക്കളെ, ഉണ്ടാവരുത്. അള്ളാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളതാണ്. കിബിലക്ക് നേരെയാണ് നമ്മുടെ മയ്യത്ത് കിടത്തേണ്ടത്. കിബിലക്ക് നേരെയല്ല ഒരു ഖബറിൽ മയ്യത്ത് കിടത്തിയതെന്ന് ബോധ്യം വന്നാൽ, ആ മയ്യത്ത് കമിഴ്ന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മയ്യത്ത് മലർന്നു പോയിട്ടുണ്ട്, കിബിലക്ക് നേരെയല്ല ചെരിഞ്ഞു കിടക്കുന്നത് എന്ന് ഉറപ്പാകുന്ന സമയം ആ മയ്യത്തിനെ ദ്രവിച്ചിട്ടില്ല എങ്കിൽ ആ മയ്യത്തിന്റെ ഖബർ തുറന്ന് കിബിലക്ക് നേരെ തിരിച്ചു കിടത്തണമെന്ന് മസ്അലയുള്ളതാണ്. അഇമ്മത്തി എഴുതിയതാ. അത് വല്ലാത്തൊരു ഐഡന്റിറ്റിയാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നു, ആയിരക്കണക്കിന് ആളുകൾ ഖബറടക്കം ചെയ്യുന്നു. ഈ ഖബറടക്കം ചെയ്യുന്ന ആളുകളൊക്കെ മുസ്ലിമീങ്ങളാ, സ്വാലിഹീങ്ങളാ എന്ന് തിരിച്ചറിയാനുള്ള ഐഡിയ ആണ് കിബിലക്ക് നേരെ തിരിച്ചു കിടത്തൽ കേട്ടോ. ഈ ഇടക്കൊന്ന് പറഞ്ഞോട്ടെ, സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ കള്ളു കുടിച്ചിട്ട് തൗബ ചെയ്യാത്ത മനുഷ്യനാണെങ്കിൽ, പലിശ വാങ്ങിയിട്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യാത്ത മനുഷ്യനാണെങ്കിൽ, അവനെ എത്ര കിബിലയിലേക്ക് തിരിച്ചു കിടത്തിയാലും തിരിഞ്ഞു കിടക്കൂല. അവന്റെ മുഖം തെറ്റിക്കപ്പെടുന്നതാണ്. അഇമ്മത്തി എഴുതി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണേ മുസ്ലിമീങ്ങളെ.
അങ്ങനെ ആ കിബിലക്ക് നേരെ തിരിച്ചു കിടത്തുന്ന ഖബറാണ്. ഈ ഖബറിനെ പറ്റി നിങ്ങൾക്കറിയുമോ? അതിന്റെ ചുമരുകൾ ഒരിക്കലും തേച്ച് മിനുക്കിയിട്ടില്ല. പ്യൂറായ മണ്ണ് വെട്ടിയതാണ്. അവിടെ ഒന്ന് തിരിയാനും അറിയാനും സൗകര്യങ്ങളില്ല. അവിടെ വെളിച്ചമില്ല, കരണ്ടില്ല, ഫാനില്ല, മറ്റ് സൗകര്യങ്ങളില്ല. ഞാൻ എൻ്റെ മുസ്ലിമീങ്ങളോട് ചോദിക്കട്ടെ, ഒരു 10-50 വയസ്സുള്ള ഒരാള്, അതിനേക്കാൾ പ്രായം കുറഞ്ഞ ഒരാള്, അദ്ദേഹത്തിന് കൈക്കോ കാലിനോ ആക്സിഡന്റോ മറ്റോ സംഭവിച്ചിട്ട് 1-2 മാസം വീട്ടിൽ ഒരു റൂമിനകത്ത് അടഞ്ഞു കൂടേണ്ടി വന്നാൽ, ഒരു റൂമിൽ കിടക്കുകയാണ്. ആ റൂമിൽ വിശാലമായ റൂമാണ്, സൗകര്യങ്ങളുണ്ട്, ഒരുപക്ഷെ തണുപ്പ് തുപ്പുന്ന AC ഉണ്ട്, അല്ലെങ്കിൽ ഫാനുണ്ട്, ഇഷ്ടം പോലെ വെളിച്ചമുണ്ട്, ജനലുകളും മറ്റ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാറ്റുകളുണ്ട്, നേരം നേരം ഭക്ഷണം എത്തുന്നുണ്ട്, തന്റെ സ്വന്തക്കാരും ബന്ധുക്കാരും കൂട്ടുകാരും വരുന്നുണ്ട്, കണ്ണാകുന്നുണ്ട്, സന്ദർശിക്കുന്നുണ്ട്, ദുനിയാവിലെ വിവരങ്ങൾ മുഴുവനും അറിയുന്നുണ്ട്, എല്ലാ ദിവസവും പത്രം എത്തുന്നുണ്ട്, മറ്റ് വാർത്താമാധ്യമങ്ങളിൽ കൂടി എല്ലാ ലോകവാർത്തയും അറിയുന്നുണ്ട്. ആശ്വസിപ്പിക്കാൻ ആളുകളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ 1-2 മാസം ഒരു റൂമിലങ്ങ് ചടഞ്ഞ് കൂടേണ്ടി വന്നാൽ, പുറത്തിറങ്ങാൻ കഴിയാതെ വന്നാൽ, ആ മനുഷ്യനോട് നിങ്ങൾ ചെന്ന് ചോദിച്ചു നോക്കൂ. അയാൾ പറയും, എനിക്കെന്ത് സുഖമാ, എനിക്കെന്ത് കാര്യമാ, ഒന്നും അറിയില്ല, എനിക്കെന്ത് കല്യാണം, എനിക്കെന്ത് പെരുന്നാള്, എനിക്കെന്ത് ആഘോഷം, എനിക്കൊന്നും അറിയില്ല, ഒരു സുഖവുമില്ല എന്ന് ഞാൻ പറയില്ലേ? നിങ്ങൾ പറയില്ലേ? എന്തേ? ഈ കുറഞ്ഞ സമയം, കുറഞ്ഞ ദിവസം ഈ റൂമിൽ തന്നെ ചടഞ്ഞു കൂടേണ്ടി വന്നതാ. അതേ സമയത്ത് പുറത്തുള്ള വിവരങ്ങളെല്ലാം അറിയുന്നുണ്ട്, എല്ലാവരും വന്ന് കാണുന്നുണ്ട്, എല്ലാം ആവശ്യ വസ്തുക്കളും തന്നെ മുൻപിലെത്തുന്നുണ്ട്. അതേ സമയത്ത് മോനെ, നിന്റെ ഉപ്പ ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? സുബ്ഹാനല്ലാഹ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം പോലും അടച്ചു വെച്ചിരിക്കുകയാ, ഒരു കാറ്റ് പോലും അങ്ങോട്ട് കടക്കുന്നില്ല. ആ ഇരുളടഞ്ഞ ഖബറില് ആണെങ്കിലോ ഈ വല്ലാത്ത ഇടുക്കമുള്ള ഖബറാ. ആ ഖബർ എത്ര കാലമായി കിടക്കുന്നു, ആരും ബന്ധപ്പെടുന്നില്ല, വിവരങ്ങൾ അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, ആ രൂപത്തിലുള്ള ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മുസ്ലിമീങ്ങളെ? നമ്മൾപ്പെട്ട പല ആളുകളും മയ്യത്തിന്റെ അടുത്ത് ഹാജരായാല് ചില ആളുകളൊക്കെ മയ്യത്ത് കണ്ടുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു പോരുന്നു. വളരെ കുറഞ്ഞ ആളുകൾ നിസ്കരിക്കുന്നത് വരെ പള്ളിയിൽ തങ്ങുന്നു. നിസ്കാരം കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും പിരിഞ്ഞു പോരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഈ മയ്യത്തിന്റെ ആത്മാവ് കിടന്ന് പൊട്ടിക്കരയുന്ന ഒരു സമയമാണ്. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ മറക്കുമെന്നറിയാം, ഉപ്പാനെ മറക്കുമെന്നറിയാം, ഭാര്യയെ മറക്കുമെന്നറിയാം, എത്ര പ്രിയപ്പെട്ടവരും പ്രിയപ്പെട്ടവനെ മറക്കുമെന്നറിയാം. ഈ കൂട്ടത്തിൽ പലരും മരിച്ചു പോയവരില്ലേ? ഉപ്പമാര് മരിച്ചു പോയവരില്ലേ? ഉമ്മമാര് മരിച്ചു പോയവരില്ലേ? സ്വന്തം കൂട്ടുകാര് മരിച്ചുപോയ പലരുമില്ലേ? ആ മരിച്ചവരെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഇന്ന് നേരം വെളുത്തതിന് ശേഷം നിങ്ങൾ അവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വേണ്ട. വർഷങ്ങളായി മരിച്ച ആളുകളെ പറ്റി ഏതാനും ദിവസങ്ങളോ ഏതാനും മാസങ്ങളോ മാത്രമല്ലേ നമുക്ക് ഓർമ്മയിൽ വന്നുള്ളൂ. എത്ര പെട്ടെന്ന് മറന്നവരാ.
എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ മരിച്ച സമയത്ത് മറക്കാൻ കഴിയുമെന്ന് എനിക്കറിയുമായിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ മരിക്കുന്ന സമയത്ത് ഞാൻ ലക്ഷദ്വീപില. ആഴ്ചകൾ കഴിഞ്ഞാ ഞാൻ തിരിച്ചെത്തിയത്. ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്, എന്തൊരനുഗ്രഹമായിരിക്കും അള്ളാഹു എന്നെ കൊണ്ട് ഉദ്ദേശിച്ചത്. എൻ്റെ ഉപ്പയെങ്ങാനും മരിക്കുന്നിടത്ത് ഞാനുണ്ടെങ്കിൽ ഇതുപോലെ സമാധാനത്തോടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല. പക്ഷേ അത്രക്കും പ്രിയപ്പെട്ട രൂപത്തിലാണ് എൻ്റെ ഉപ്പ എന്നെ വളർത്തിയിരുന്നത്, എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിരുന്നത്, എൻ്റെ ഉപ്പ എനിക്ക് സ്നേഹം തന്നിരുന്നത്, എൻ്റെ ഉപ്പ എന്നെ പിടിച്ചുയർത്തിയിരുന്നത്. എല്ലാ ചെറിയ കിതാബുകളും എൻ്റെ ഉപ്പ എന്നെ ഓതി പഠിപ്പിച്ചതാ, കാലച്ചെറുപ്പം മുതൽക്ക് തന്നെ പഠിപ്പിച്ചതാ. ആ ഉപ്പാനെ മറക്കാൻ കഴിയുമെന്ന് ഞാൻ ഓർത്തിരുന്നില്ല. പക്ഷേ ആരാണ് ഇന്ന് ഓർക്കുന്നത്? എപ്പോഴാണ് ഉപ്പയെ പറ്റി ഓർക്കുന്നത്? മറക്കാത്തവരുണ്ടോ? ഏത് ഭാര്യയാണ് ഭർത്താവിനെ മറക്കാത്തത്? ഏത് ഭർത്താവാണ് ഭാര്യയെ മറക്കാത്തത്? ഏത് മാതാപിതാക്കളാ മക്കളെ മറക്കാത്തത്? ഏത് മക്കളാ മാതാപിതാക്കളെ മറക്കാത്തത്? ഇങ്ങനെ ഏത് മരിച്ചവർ ജീവിച്ചവരും മരിച്ചവരെ മറക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്ര പെട്ടെന്ന് മറക്കുമെന്ന് ഓർത്തില്ല. എൻ്റെ ഖബറൊന്നു കാണാൻ, എൻ്റെ വീടൊന്നു കാണാൻ, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടു കിടത്താൻ, എൻ്റെ സൗകര്യങ്ങളൊന്ന് വിലയിരുത്താൻ എൻ്റെ കൂട്ടുകാർക്കായില്ലല്ലോ. എൻ്റെ ഉറ്റവർക്കും ഉടയവർക്കും സമയം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് മയ്യത്തിൻ്റെ ആത്മാവ് പൊട്ടിക്കരയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് ഈ ഖബറിലേക്ക് അങ്ങ് ഇറക്കി കിടത്തിയിട്ട് ഈ തലക്കുഭാഗത്തുള്ള കെട്ടടിക്കുന്നതാണ്. ഉമ്മമാരെ, നിങ്ങൾ മയ്യത്ത് ചുമന്നു കൊണ്ടുപോയിട്ടില്ല, നിങ്ങൾ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയിട്ടില്ല, നിങ്ങൾ മയ്യത്ത് കബറടക്കുന്നത് കണ്ടിട്ടില്ല. കണ്ടവരോട് ചോദിച്ചുകൂടെ? ഏത് മയ്യത്തും കബറിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ തലക്കുഭാഗത്തുള്ള കെട്ടഴിക്കുന്നതാ. ഒരാൾ സ്ത്രീകളാണെങ്കിൽ ആ സ്ത്രീകളെ തൊട്ടാൽ ഒതുമുറിയാത്തൊരു പുരുഷൻ, മെഹ്റം തന്റെ തൊട്ടാൽ ഒതുമുറിയാത്തൊരു പുരുഷൻ ആ കബറിലേക്ക് ഇറങ്ങിയിട്ട് തലക്കുഭാഗത്തുള്ള കെട്ടടിച്ചിട്ട് തന്റെ മുഖത്തിന്റെ ഭാഗത്തുനിന്ന് കഫം തുണി നീക്കിയിട്ട് അല്ലാ ഒരിക്കൊരുള്ള മണ്ണെടുത്തിട്ട് ആ മണ്ണ് വെള്ളം ചേർത്തി കുഴച്ചിട്ട് ഒരു തലയിണ പോലെ ഉരുട്ടിയിട്ട് ഈ മയ്യത്തിന്റെ കവളിന്റെ താഴ്ഭാഗത്ത് വെക്കുന്നു. ഈ പുണ്യമാക്കപ്പെട്ട തന്റെ കവിള് ഈ മണ്ണിലേക്ക് ചേർത്തിയിട്ടങ്ങ് അമർത്തി വെക്കുകയാ. സുബ്ഹാനല്ലാഹ്. ഒരു തലയിണ പോലെ ഈ കുതിർത്ത ഉരുട്ടിയ മണ്ണെടുത്ത് താഴ്ഭാഗത്ത് കവിളിന്റെ താഴെ വെച്ചിട്ട് ഈ പുണ്യ കവിളുണ്ടല്ലോ, ഒരു ചെറിയ പുള്ളി വന്നാൽ, ഒരു ചെറിയ കല വന്നാൽ, എപ്പോഴും കണ്ണാടിയിൽ നോക്കി മിനുക്കുന്ന നമ്മുടെ സുന്ദരമായ മുഖം ഈ കവിള മണ്ണിലങ്ങ് അമർത്തി വെക്കുന്നതാ. ആ കവളനെ കമർത്തി വെച്ചതിന് ശേഷം അതേ എവി മുഹമ്മദ് പാടിയത് ഓർമ്മയില്ലേ? എന്റെ ഉസ്താദ് എന്നോട് പാട്ടുപാടരുതെന്ന് പറഞ്ഞതിനാൽ ഞാൻ എവി മുഹമ്മദിന്റെ പാട്ട് പാടുന്നില്ല. അതിനുശേഷം ഓരോ കല്ലുകൾ ഓരോന്നും അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് മൂടുകല്ല് മുഴുവനും വെച്ചാൽ ആ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ മോനെ, ഇറക്കിയതോടുകൂടി നിന്റെ സ്ട്രെച്ചർ പുറത്തേക്ക് വന്നു. അതേ ഇറക്കാൻ വേണ്ടി ഉപയോഗിച്ച മണ്ണും പുറത്തേക്ക് വന്നു. അതാ കാണാതിരിക്കാൻ വേണ്ടി മൂടിപ്പിടിച്ചിരുന്ന പുതപ്പ് അതും പുറത്തേക്ക് വന്നു. എന്താണ് ആ കബറിന്റെ കൂടെ, നിന്റെ മയ്യത്തിന്റെ കൂടെ കബറിലേക്ക് കൊണ്ടുപോയതറിയോ? നമ്മുടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മയ്യത്ത് വീട്ടിൽ നിന്നിറങ്ങിയപ്പോ ഉറ്റവരാ മയ്യത്തിന്റെ കൂടെ പോയിരുന്നു, ഒരു സ്ട്രെച്ചർ കൂടെ പോയിരുന്നു, ഒരു പുതപ്പ് കൂടെ പോയിരുന്നു, ഒരു മുണ്ട് കൂടെ പോയിരുന്നു. അതെല്ലാം തിരിച്ചു വന്നു. ആരും കൂടെ പോയില്ല, മക്കള് പോയില്ല, ബന്ധുക്കള് പോയില്ല. എല്ലാ ജീവിതത്തിലുടനീളം തന്റെ കൂട്ടുകാരായിരുന്ന തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പിരിഞ്ഞു പോയി. കൂട്ടുകാരൻ കൂടെ കൂടിയില്ല. മാത്രമല്ല, ആ കൂടെ പോയത് അവൻ ചെയ്ത അമലു മാത്രമാ. ആ മനുഷ്യൻ ചെയ്ത ചെറിയൊരു അമലിന്റെ മെമ്മറിയുണ്ട്. ജീവിതത്തിൽ ആ മനുഷ്യൻ ചെയ്ത എല്ലാ പ്രവർത്തികളും ഒപ്പിയെടുത്തിട്ടുണ്ട്, ഒരു ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. അതാ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്തൊരു മെമ്മറിയുണ്ട്. ആ മെമ്മറിയിൽ പ്രായപൂർത്തിയെത്തിയതിനു ശേഷം അവൻ ചെയ്ത സർവകർമ്മങ്ങളുമുണ്ട്. കള്ള് കുടിച്ചതുണ്ട്, പെണ്ണ് പിടിച്ചതുണ്ട്, നിസ്കരിച്ചതുണ്ട്, ഖുർആൻ ഓതിയതുണ്ട്, പടച്ചറബ് സ്വീകരിച്ച അമലുകൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മെമ്മറി തന്റെ കൂടെ വെച്ചിട്ടുണ്ട്, അവന്റെ കൂടെ പോയിട്ടുണ്ട്. അതിനുശേഷം മൂടുകല്ലുകൾ വെച്ചുകൊണ്ട് ഓരോ ഹോളുകളും കൃത്യമായി മണ്ണ് കൊണ്ടടച്ചിട്ട് ചുറ്റുഭാഗത്തും നിൽക്കുന്ന ആളുകൾ മിൻഹാ ഖലഖ്നാകും വഫിയാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തറതൻ നുഖ്റാ. മിൻഹാ ഖലഖ്നാകും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നല്ല, അത് തെറ്റിദ്ധരിച്ചതാ. അങ്ങനെയല്ല. മിൻഹാ ഖലഖ്നാകും, ഇതിൽ നിന്നു നിങ്ങളെ നാം പടച്ചു. ഓരോ മനുഷ്യൻ ഇതിൽ നിന്ന് നിങ്ങളെ പടച്ചു. വഫിഹാ, ഇതിലേക്ക് തന്നെ നിങ്ങളെ മടക്കും. വമിൻഹാ നുഖ്രിജുകും തറതൻ നുഖ്റാ, ഈ മണ്ണിൽ നിന്നു തന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഈ മണ്ണിൽ നിന്നു പടച്ച നിങ്ങളെ ഇതിലേക്ക് തന്നെ നാം മടക്കിയില്ലേ, ഇനി ഇതിൽ നിന്നു തന്നെ നാം പുറത്തു കൊണ്ടുവരും എന്നർത്ഥം വരുന്ന ആയത്ത് മോദിയിട്ട് ഈ പരിസരത്തുള്ളവർ മുഴുവനും മണ്ണിടുകയാ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ മണ്ണിടുമ്പം തോന്നാറുണ്ടോ? എൻ്റെ അജയ്യനായ ഗുരുമഹാനായ സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങളുപ്പാപ്പയുടെ ഉറൂസി ഇന്നലെ കഴിഞ്ഞല്ലേ ഉള്ളൂ. തങ്ങളുപ്പാപ്പ കബറിലേക്ക് ഇറക്കി കിടത്തി തങ്ങളുപ്പാപ്പയുടെ മേലെ മണ്ണിടുമ്പോ എനിക്ക് ധൈര്യം വന്നില്ല, ഞാൻ മണ്ണിട്ടില്ല, എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. മഹാന്മാരായ സ്വഹാബാക്കളോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചിരുന്നു, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളോട് ഉപ്പാപ്പ മുത്തുനബിന്റെ ഖബറിന്മേൽ മണ്ണിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞുവല്ലോ, എങ്ങനെയാ നിങ്ങൾക്ക് ധൈര്യം വന്നത്? എങ്ങനെയാ നിങ്ങൾക്ക് തോന്നിയത്? ഇരിക്കട്ടെ, ചുറ്റുഭാഗത്തുമുള്ള ആളുകളൊക്കെ മണ്ണിട്ട് കഴിഞ്ഞാൽ കൈക്കോട്ട് കൊണ്ട് ഖബറൊക്കെ അങ്ങ് നിറച്ചാൽ, ആ ഖബർ ആഴമേറിയ ഖബർ മൊത്തം മണ്ണുകൊണ്ട് നിറച്ചാൽ, 2 മീസാൻ കല്ലും കുത്തിയിട്ട് ഒരു ചെടിയും നട്ടുപിടിപ്പിച്ച് ഒരു തൊട്ടി വെള്ളമൊഴിച്ചാൽ, ആ വെള്ളമൊഴിച്ചതിന് ശേഷമതാ ഒരാൾ ആ ഖബറിന് അഭിമുഖമായി ഇരിക്കുകയാ, ഇരുന്നു കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാ, ഉമ്മമാരെ, പ്രായപൂർത്തിയെത്തിയ മയ്യിത്താണെങ്കിൽ തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നതാ, കുട്ടിയാണെങ്കിൽ ചൊല്ലേണ്ടതില്ല, പറഞ്ഞു കൊടുക്കേണ്ടതില്ല. പ്രായപൂർത്തിയെത്തിയ
ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇതാ പറഞ്ഞു കൊടുക്കുന്നു. പലരും തെറ്റിദ്ധരിച്ചതുപോലെ ഈ ഖബറിൽ മറവ് ചെയ്യപ്പെട്ട ഡെഡ് ബോഡിയോടല്ല പറഞ്ഞു കൊടുക്കുന്നത്. മയ്യിത്തിന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ആത്മാവ് ഈ ഖബറിന്റെ മുകളിലാ. ആത്മാവിനെ ആരും കഫൻ ചെയ്തില്ലല്ലോ, ആത്മാവിനെ കുളിപ്പിച്ചില്ലല്ലോ, ആത്മാവിനെ ചുമന്നില്ലല്ലോ. ആത്മാവ് മയ്യിത്ത് കട്ടിലിന്റെ മുകളിലായിരുന്നു. ഈ മയ്യിത്ത് കട്ടിലിന്റെ മുകളിലുള്ള ആത്മാവ് മയ്യിത്ത് മറവ് ചെയ്യുന്നതോടുകൂടി തലക്കുഭാഗത്ത് വന്നിരിക്കുന്നു. ആ തലക്കുഭാഗത്തിരിക്കുന്ന ആത്മാവിനോടാണ് അഭികമായി നിന്നുകൊണ്ട് ചൊല്ലിക്കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്, യാ അബ്ദല്ലാ ഇബ്നാമത്തില്ല, നീന്റെ കരാറൊക്കെ നിനക്ക് ഓർമ്മ വേണം. അല്ലാഹു റബ്ബാണെന്ന് നീ വിശ്വസിച്ചവനാ, നേരത്തെ പ്രഖ്യാപിച്ചിരുന്നവനാ, മുത്തുനബിയെ റസൂലായിട്ട് അംഗീകരിച്ചിരുന്നവനാ, വിശുദ്ധ ദീനുൽ ഇസ്ലാം മതമായിട്ട് സ്വീകരിച്ചിരുന്നവനാ, വിശുദ്ധ കിബില കഅബ കിബിലയായി സ്വീകരിച്ചിരുന്നവനാ. ഇതെല്ലാം നിനക്ക് ഓർമ്മ വേണമെന്ന് ഉറപ്പെടുത്തി കൊടുത്തിട്ട് അതിനുശേഷം മക്കളെ ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതാ ഒരു ഫാത്തിഹ സൂറത്ത് ഓതി, അൽ മൂന്ന് ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതി ദുആ ചെയ്ത് പിരിയലാ. ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ആ സമയത്ത് ഖബറിന്റെ അടുത്ത് വെച്ച് ഖുർആൻ 30 ഖത്മ് തീർക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലതാ. തന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടാൽ, തന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടാൽ, തനിക്ക് വേണ്ടപ്പെട്ടവര് മരണപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് അതാണ്. ആ ഖബർ മറമാടി ഉടനെ തന്നെ ഒരു ഖത്മ് ഖുർആൻ ഓതേണ്ടതാ. അങ്ങനെ ഖുർആൻ ഓതി ദുആ ചെയ്താൽ ആരും പിരിഞ്ഞു പോരുകയാ. ഒരു ഉപ്പയും മകന്റെ അടുത്ത് നിൽക്കുന്നില്ല, ഒരു മകനും ഉപ്പാന്റെ അടുത്ത് നിൽക്കുന്നില്ല, ഒരു ഭർത്താവും തന്റെ ഭാര്യന്റെ അടുത്ത് നിൽക്കുന്നില്ല. എന്റെ ഉപരിയപ്പെട്ട ഭാര്യക്ക് ആദ്യ രാത്രിയാ, ജീവിതത്തിൽ ഒരിക്കലും ഒറ്റക്ക് കിടന്ന് പരിചയമില്ല, ഒരു വീട്ടിൽ ഒറ്റക്ക് തങ്ങിയിട്ടില്ല, വലിയ പേടിയുള്ള ആളാ, കൂട്ടം തെറ്റിപ്പിരിയാതെ ജീവിക്കുന്നവരാ. ഇന്നിവരെ ഒരു വീട്ടിൽ ഇതുവരെ തനിച്ചു കിടന്നിട്ടില്ല. എന്റെ ഭാര്യ വല്ലാത്ത പേടിയുള്ളവളാ, എന്റെ ഉപ്പ വലിയ പേടിയുള്ളവനാ. അതുകൊണ്ട് എന്നത്തെ രാത്രിയെങ്കിലും, ആദ്യത്തെ രാത്രിയെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഉപ്പക്ക് പേടിക്ക് ഞാനന്ന് കൂടെ നിൽക്കുന്നു എന്ന് ഇന്ന് വരെ ഒരു മകനും ചിന്തിച്ചിട്ടില്ല, ഒരാളും ചിന്തിക്കലില്ല. ആ ഖബറിന്റെ അടുത്ത് നീയായി നിന്റെ പാടായി എന്നും പറഞ്ഞ് പിരിഞ്ഞു പോരലാ. ഞാൻ ചോദിക്കുന്നു മക്കളെ, ആരെങ്കിലും പിന്നങ്ങനെ ചിന്തിക്കലുണ്ടോ? എന്റെ മറവ് ചെയ്യപ്പെട്ട ഉപ്പാന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഉപ്പ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്താണ്? ഉപ്പയുടെ സ്ഥിതി എന്താണ് എന്ന് ചിന്തിക്കുന്ന എത്ര മക്കൾ കൂട്ടത്തിലുണ്ട്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മയ്യിത്ത് അടക്കം ചെയ്തതിനു ശേഷം പിരിഞ്ഞു പോരുമ്പോ ഇത് ചിന്തിക്കുന്ന വല്ലവരുമുണ്ടോ? അതേ സമയത്ത് നിങ്ങൾക്ക് കേൾക്കണോ, മഹാനായ ഇബ്രാഹീം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു തങ്ങൾ ഏറ്റവും കൂടുതൽ ഒറ്റക്ക് ചെന്നിരിക്കാറുള്ളത് മക്ബറകളിലാണ്. ഈ പള്ളിക്കാട്ടിൽ ഒറ്റക്ക് ചെന്നിരിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ടവരോട് ചോദിക്കപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ ആള് കൂടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ പള്ളിക്കാട്ടിലേക്ക് ചൂണ്ടിക്കാണിക്കുമായിരുന്നു. ഞാൻ ചോദിക്കുന്നു, നിങ്ങളെ മഹല്ലത്തിലെ ശ്മശാനം എവിടെ എന്ന് എനിക്കറിയില്ല. എത്ര ആളുകളാണ് അവിടെയുള്ളത്? നിങ്ങളെ മഹല്ലത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഉള്ളത് ശ്മശാനങ്ങളിലല്ലയോ? എത്ര ആളുകളാ! അതുപോലെ ബഹുമാനപ്പെട്ട
ഇബ്രാഹിം റളിയല്ലാഹു അൻഹു തങ്ങള് ഈ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടാൽ പറയും, ഞാൻ ഇരിക്കുന്നത് ചില കൂട്ടുകാരരികിലാ, ഈ എഴുന്നേറ്റ് പോയാൽ അവർ എന്നെപ്പറ്റി ഒന്നും പറയില്ല. ജീവിച്ചിരിക്കുന്ന രണ്ടിൽ കൂടുതലോ കൂട്ടുകാരരികിൽ നിന്ന് എഴുന്നേറ്റ് പോന്നാൽ ഒരുപക്ഷെ എഴുന്നേറ്റ് പോയ കൂട്ടുകാരനെ കുറിച്ച് ഗീബത്ത് പറയുന്നുണ്ടാകും, അയാളെപ്പറ്റി നല്ലത് പറയുന്നുണ്ടാകും, പല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് പരസ്പരം കൈമാറുന്നുണ്ടാകും. അതേ സമയത്ത് മരിച്ച മക്ബറയിലുള്ള കബറാളികളെ കൂട്ടത്തിൽ നിന്ന് കുറേ സമയം ഇരുന്ന് ഈ എഴുന്നേറ്റ് പോന്നാൽ അവർ ഒന്നും പറയില്ല. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു തങ്ങളൊരു മയ്യത്ത് ഇങ്ങനെ ചുമന്നു കൊണ്ടുപോവുകയാ. ധാരാളം ആളുകളോടൊന്നിച്ച് ഈ മയ്യത്ത് ഇങ്ങനെ ചുമന്നുകൊണ്ട് ബഹുമാനപ്പെട്ട തൻ്റെ തോളിൽ മയ്യത്ത് കട്ടിൽ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് മരണത്തെപ്പറ്റി ചിന്തിച്ചതാ. ഓരോ മനുഷ്യനും മരിക്കുന്ന സമയത്തുള്ള ഭീകരമായ കാര്യങ്ങൾ ചിന്തിച്ചതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരെ ഇഷ്ടപ്പെടാത്ത പടച്ച റബ്ബിന് വെറുപ്പുള്ള 2-3 ചിരികളുണ്ട്. അതിൽപ്പൊരു ചിരിയാണ് മയ്യത്തിന്റെ അടുത്ത് വെച്ച് ചിരിച്ചുകൂടാ. അല്ലാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള ചിരിയാണ് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ചിരിച്ചുകൂടാ. വല്ലാതെ പടച്ച റബ്ബിന് വെറുപ്പുള്ള ചിരിയാണ്. അതുപോലെ മക്ബറയിൽ വെച്ച് ചിരിച്ചുകൂടാ. നമ്മിൽപ്പെട്ട എത്ര ആളുകളുണ്ട് പള്ളിക്കാട്ടിൽ വെച്ച് ചിരിക്കുന്നവരില്ലേ, തമാശ പറയുന്നവരില്ലേ. യഥാർത്ഥത്തിൽ ആ പള്ളിക്കാട്ടിൻ്റെ ഒരറ്റത്ത് നിന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇവരൊക്കെ ആരാ? ഒരു കാലത്ത് ലോകം വിറപ്പിച്ചവരാ, ഞെട്ടിവിറപ്പിച്ചവരാ, വലിയ പേരും പ്രശസ്തിയുമുള്ളവരാ, വലിയ പോക്കിരിമാരാ, വലിയ സാമ്പത്തിക ശേഷിയുള്ളവരാ. എല്ലാവരുടെ വീടും ഇന്നൊരുപോലെയാ. ഈ നാട്ടിലെ വലിയ പ്രമാണിമാരെ, വലിയ ശക്തിയും കഴിവുമുള്ള ആളുകള്, നാട് മൊത്തം വിറപ്പിച്ചവരും ഭരിച്ചിരുന്നവരുമായ ആളുകള്, എല്ലാവരുടെ വീടും ഒരുപോലെയല്ലേ? എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അല്ലാഹ് കബറെങ്ങാനും തുറന്നു നോക്കിയാൽ അവിടെയും മാറ്റങ്ങൾ ഉണ്ടാവില്ല. സമ്പന്നനാണെങ്കിലും കോടീശ്വരനാണെങ്കിലും ദരിദ്രനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും എല്ലാവരുടെ വീടും ഒരുപോലെ, എല്ലാവരുടെ കബറും ഒരുപോലെ, എല്ലാവരുടെ കഫൻ തുണിയും ഒരുപോലെ, മാറ്റങ്ങളില്ല. ഇവിടെ എത്ര ഏക്കർ കണക്കിന് ഭൂമിയുള്ളവര്, വലിയ ഫ്ലാറ്റുകളിൽ താമസിച്ചവര്, എമ്പാടും സൗകര്യമുള്ളവര്, അവരെ കബറും 10 പൈസക്ക് വകയില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, പാവപ്പെട്ടവന്റെ കബറും ഒരേ പോലെയല്ലേ? നിങ്ങൾ ആരെങ്കിലും പള്ളിക്കാട്ടിൽ ചെന്നുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ടെന്ന് ഓർത്തിട്ടുണ്ടോ? എവിടെയാണ് ചിരിക്കാൻ സാധിക്കുക? ഇല്ല, ചിരി വരൂല. ബോധമുള്ളവർക്ക് ചിരി വരൂല. ഈ മയ്യത്ത് ഇങ്ങനെ ചുമരിൽ വെച്ച് കൊണ്ടുപോകുമ്പോ ഈ മരണത്തെ പറ്റി മാത്രമാണ് ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചത്. അങ്ങനെ ചിന്തിച്ച് മയ്യത്ത് ഇങ്ങനെ ചുമന്നു കൊണ്ടുപോകുമ്പോ പെട്ടെന്ന് മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ നിന്ന് കേൾക്കുന്നു, ഇബ്രാഹിമേ ഫമാദാ ബഅദൽ മൗത്ത്. ഈ മരണത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചത് കൊണ്ടായോ? ഈ മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തെ പറ്റി, ഖബറിനെ പറ്റി ഓർത്തില്ലല്ലോ, ചിന്തിച്ചില്ലല്ലോ. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. ഞാനോ നിങ്ങളോ ആണെങ്കിൽ അവിടെ വിറച്ച് വീഴുമല്ലോ, കട്ടിൽ താഴെ വിടുമല്ലോ. മഹാനവറുകൾ വിറച്ചു പോയി, ഒന്നും മിണ്ടിയില്ല. എല്ലാ
എല്ലാവരും മയ്യത്ത് മറവ് ചെയ്ത് പിരിഞ്ഞു പോയപ്പോ ഇബ്രാഹിം അദ്ദേഹം തങ്ങള് അവിടുന്ന് തീരെ പിരിഞ്ഞില്ല. എല്ലാവരും പിരിഞ്ഞതിന് ശേഷവും ആ മയ്യത്തിന്റെ അടുത്ത്, ഖബറിന്റെ അടുത്ത് കുറെ സമയം ഇരുന്നു. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു തങ്ങൾ കുറെ സമയം ആ ഖബറിന്റെ അടുത്തിരുന്നപ്പോൾ പെട്ടെന്നതാ ഖബറിന്റെ കാൽഭാഗം പൊട്ടി വിടരുന്നു. പൊട്ടി വിടർന്നിട്ട് ഒരാൾ പുറത്തു വരുന്നു. തല ഉയർത്തിയിട്ട് ചോദിക്കുന്നു, ഇബ്രാഹിമേ, മരണത്തിന് ശേഷം നീ എന്തേ ചിന്തിക്കാതിരുന്നത്? കേവലം മരണം മാത്രം ചിന്തിച്ചത് കൊണ്ടായോ മരണത്തിന് ശേഷം ഖബറിലെത്തിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചില്ല? ഇബ്രാഹിം ചോദിച്ചു, നിങ്ങളാരാണെന്ന് ചോദിക്കുമ്പോ ഇബ്രാഹിം തങ്ങളോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. മക്കളെ, ആഖിർ സമാന മുസ്ലിമീങ്ങളെ, എന്റെ വഅദ് കേട്ട് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോ നിങ്ങളെ മാർക്ക് വേണ്ട, അഭിപ്രായങ്ങൾ വേണ്ട, സർട്ടിഫിക്കറ്റ് വേണ്ട. ഈ ഖബറിൽ നിന്ന് തല ഉയർത്തിയിട്ടുള്ള ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ഈ മയ്യത്തിന്റെ സുന്നത്തുകളാ, ഈ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സുന്നത്തായ കർമ്മങ്ങളാ, ഇവന്റെ കൂടെ കിടക്കാൻ ഞാൻ വന്നതാ. ഇരിക്കട്ടെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ആ മയ്യത്തെല്ലാം മറവ് ചെയ്തിട്ട് ആളുകളെല്ലാം പിരിഞ്ഞു പോന്നാൽ ബഹുമാനപ്പെട്ട ജാബിർ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ മുത്തുനബിയോട് ചോദിക്കുന്നത് നിങ്ങൾക്കറിയുമോ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അഖ്ബിർനി അൻ അവ്വലി മലക്കിൻ യദ്ഖുലുൽ ഖബ്റ. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെല്ലാം മരിച്ചു പോയിട്ടുണ്ട്? എത്ര ബന്ധുക്കൾ, കുടുംബങ്ങൾ, ഉപ്പമാര്, ഉമ്മമാര്, അവരൊക്കെ ഇത് അനുഭവിച്ചവരാ. ഇന്നെങ്ങാനും ഞാൻ മരിക്കുകയാണെങ്കിൽ, എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ നാളെ ഈ സമയമാകുമ്പോഴേക്ക് അനുഭവിക്കാനുള്ളത്, അനുഭവിച്ചറിയാനുള്ളത്. ബഹുമാനപ്പെട്ട ജാബിർ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിക്കുന്നു, അഖ്ബിർനി അൻ അവ്വലി മലക്കിൻ യദ്ഖുലുൽ ഖബ്റ. മലക്കുകൾ ഖബറിൽ വരുമെന്ന് കേട്ടിട്ടുണ്ട്, മലക്കുകൾ ചോദിക്കുമെന്ന് കേട്ടിട്ടുണ്ട്, ഖബറിൽ വെച്ചുകൊണ്ട് ഹയാത്തുണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. ആദ്യമായി ഖബറിലേക്ക് കടന്നു വരുന്നതാരാ? തങ്ങളൊന്ന് പറഞ്ഞു തരുമോ? ഈ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ഇബ്നു മസ്ഊദേ അൻത അവ്വലു മൻ സഅലനി. ആദ്യമായിട്ട് ഈ ചോദ്യം നിങ്ങളാണ് എന്നോട് ചോദിച്ചത്. ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് പറയണമെന്ന് കരുതിയിട്ട് ഞാൻ മാറ്റിവെച്ച വഴിയായിരുന്നു അത്. നിങ്ങളാണ് ചോദിച്ചത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളോട് മുത്തുനബി പറയുന്നു, ഒരു മനുഷ്യൻ മരിച്ച് മറവ് ചെയ്താൽ, അവന്റെ ഖബറടക്കം കഴിഞ്ഞാൽ, ആളുകൾ പിരിഞ്ഞു പോന്നാൽ ആദ്യമായി അവന്റെ ഖബറിലേക്ക് വരുന്നത് റൗമാൻ എന്ന മലക്കാണ്. ഈ മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ അന്തർഭാഗത്തിൽ കൂടി നടക്കുന്നവരായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, പലപ്പോഴും ഭൂമി നമ്മൾ കുടിക്കുമ്പോ എത്രയോ ആഴത്തിലേക്ക് ഭൂമി കുടിച്ചാലും ചില ജീവികളെ നമുക്ക് കാണാം, ചില പുഴുക്കളെ നമുക്ക് കാണാം, ചില ജീവികളെ നമുക്ക് കാണാം. എന്നാൽ ഈ ഭൂമിയുടെ ഉപരിതലത്തിലുള്ളതിനേക്കാൾ ധാരാളം സൂക്ഷ്മജീവികൾ ഇതിന്റെ അന്തർഭാഗത്തുണ്ട്. ഈ റൗമാൻ എന്ന മലക്കിന്റെ സഞ്ചാരം
ഭൂമിക്കടിയിലൂടെയാ. ഈ ഭൂമിയുടെ മുകളിൽ എവിടെയുള്ള മനുഷ്യന്റെയും ആത്മാവ് പിടിക്കുന്നത് അസ്റായീലാ. ഏത് സ്ഥലത്തുള്ള ആത്മാവിനെ പിടിക്കാനും അസ്റായീലിന് കഴിയുന്നു, എവിടെ എത്താനും കഴിയുന്നു. അതേപോലെ മഹാനായ റഹ്മാൻ എന്ന മലക്കിനെ അല്ലാഹു ഭൂമിക്കടിയിൽ സൃഷ്ടിച്ചതാ. ഈ ഭൂമിയുടെ അടിയിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. ഈ ദുനിബഖബ എവിടെയെങ്കിലും ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു മയ്യത്ത് അടിയിലെത്തിക്കഴിഞ്ഞാൽ ആ വിവരം മഹാനായ റഹ്മാൻ എന്ന മലക്കിനെത്തുന്നു. ഈ ഖബറിന്റെ മുൻവശത്തുള്ള ഭിത്തിതാ കുത്തി തുരന്നിട്ട് മേൽഭാഗത്തുള്ള ഖബർ മേൽഭാഗത്തു നിന്നല്ല മലക്ക് വരുന്നത്, ഖബർ മേൽഭാഗത്തു നിന്ന് പൊളിച്ചുകൊണ്ടല്ല വരുന്നത്, മറിച്ച് ഖബറിന്റെ താഴ്ഭാഗത്തിൽ നിന്ന് ഭിത്തി കുത്തി തുരന്നിട്ട് റഹ്മാൻ എന്ന മലക്ക് വരുന്നു. ഈ റഹ്മാൻ എന്ന മലക്ക് വരുമ്പോ ഈ മയ്യിത്ത് ഇങ്ങനെ കിടക്കുകയാ. അല്ലാ അല്ലാ, റഹ്മാൻ എന്ന മലക്ക് ചെയ്യുന്നത് എന്താണ്? ഈ ഖബറിന്റെ മുകളിലുള്ള ആത്മാവും ഈ ഡെഡ് ബോഡിയും തമ്മിൽ ഒരു ചെറിയ കണക്ഷൻ കൊടുക്കുകയോ. ആദ്യം ചെയ്യുന്നത് അതാണ്. മുകളിലാണല്ലോ ആത്മാവുള്ളത്. ഈ ആത്മാവും ഈ ഡെഡ് ബോഡിയും തമ്മിൽ അങ്ങ് കണക്ഷൻ കൊടുത്താൽ ഫയഹിയാ, ഈ ഖബറിൽ കിടക്കുന്ന മയ്യിത്ത് ഹയാത്താവുകയാണ്. പക്ഷേ മുഴുവനുമല്ല, അവന്റെ നെഞ്ഞിന്റെ മേൽപോട്ട് മാത്രം ഹയാത്താകുന്നു. കണ്ണുകൾ തുറക്കുന്നു, ചെവി കേൾക്കുന്നു, ചുണ്ടുകൾ ചലിക്കുന്നു, കൈകൾ അനങ്ങുന്നു. നെഞ്ഞിന്റെ താഴോട്ട് തീരെ ചലനമില്ല, ഹയാത്തില്ല. സക്കറാത്തുൽ മൗത്തിന്റെ ഘട്ടത്തിൽ ആത്മാവ് ഹൃദയത്തിൽ കൊണ്ടിടുമ്പോ, കൈകളുടെ പ്രവർത്തനം നിലക്കുമ്പോ, കാലുകളെ ചലനം നിൽക്കുമ്പോ, ഏത് അവസ്ഥയിലാണ് ഉള്ളത് അതേ രൂപത്തിൽ മയ്യിത്ത് ഖബറിൽ ഹയാത്താകുന്നു. ഇതാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. ഇത് ബോധ്യപ്പെടുത്താനാണ് ഈന്തപ്പനകൾ നടത്തി കാണിച്ചു തന്നത്. ഇത് ബോധ്യപ്പെടുത്താനാണ് ചന്ദ്രൻ പിളർത്തിയിട്ട് കാണിച്ചു തന്നത്. ഇത് ബോധ്യപ്പെടുത്താനാ മാൻപേടയെ കൊണ്ട് പ്രഭാഷണം നടത്തി കേൾപ്പിച്ചു തന്നത്. ഇത് ബോധ്യപ്പെടുത്താനാ ആയിരക്കണക്കിന് ആളുകൾ കേസറിന്റെ സമയത്ത് ഖബറിൽ നിന്ന് ഒരാൾ തലപൊക്കി വന്ന് പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തത് 1ഉം 2ഉം 10ഉം 100ഉം സംഭവങ്ങളല്ല. എത്രയാ തങ്ങൾ സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തത്, എത്രയാ ബോധ്യപ്പെടുത്തി കൊടുത്തത്. ഈ മയ്യിത്ത് ഖബറിന്ന് കണ്ണു തുറക്കുമ്പോ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഒരുപക്ഷേ നല്ല സൗകര്യമുള്ള അതിസുന്ദരമായ റൂമിൽ കിടന്നുറങ്ങിയവനാവാം, ആ ഉറക്കത്തിൽ മരിച്ചവനാവാം, അല്ലെങ്കിൽ തണുപ്പ് തുപ്പുന്ന ശീതീകരിച്ചിരിക്കുന്ന AC റൂമിൽ കിടന്നു മരിച്ചവനാവാ, ICUവിൽ കിടന്ന് മരിച്ചവനാവാ. സ്വന്തക്കാരും ബന്ധുക്കാരും ചുറ്റുഭാഗത്തും നിൽക്കുമ്പോൾ, കൂടിയിരിക്കുമ്പോൾ മരിച്ചതാവാ. ഈ സമീപകാലത്ത് ഒരുപാട് പത്രം നിങ്ങൾ വായിച്ചില്ലേ? ഒരുപാട് വാർത്തകൾ പത്രത്തിലൂടെ അറിഞ്ഞില്ലേ? ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിച്ചത്, സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിച്ചത്, റിമോട്ട് കൊണ്ട് TV കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ഇഷ്ടപ്പെടുന്ന സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇങ്ങനെ ഏതെല്ലാം സമയത്ത് മരിച്ചതാവാം. ഒരുപക്ഷെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ, അല്ലെങ്കിൽ കൂട്ടുകാരോടൊന്നിച്ച് അടിച്ചു പൊളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, അല്ലാ ആ സമയത്ത് ബോധം പോയതാ. ആ ബോധം പിന്നെ
നിന്നെ തിരിച്ചു കിട്ടിയത് ഖബറിലെത്തിയപ്പോഴാ. അപ്പോഴാ തന്റെ ആത്മാവ് തിരിച്ചു കിട്ടുന്നത്, അപ്പോഴാണ് അവന് കണ്ണ് തുറക്കുന്നത്, അപ്പോഴാണ് ബോധം വരുന്നത്. അല്ലാ, ഞാനെവിടെയാ? ചുറ്റുഭാഗത്തും മതിൽ കെട്ടുകള്, അങ്ങും ഇങ്ങും അനങ്ങാൻ കഴിയുന്നില്ല. അതേ, വെളിച്ചമില്ല, കൂരിരുട്ട. ആ ഇരുട്ടുള്ള സമയത്തൊരു മലക്ക് വന്നിരിക്കുകയാ. ആ മലക്കിനെയാണ് കാണുന്നത്. മുസ്ലിമേ, ഞാൻ ഈ പറയുന്ന കാര്യം നിനക്കുറപ്പില്ലെങ്കിൽ, വിശ്വാസമില്ലെങ്കിൽ നിസ്കരിക്കണ്ട, നോമ്പെടുക്കണ്ട, പള്ളിയിൽ വരണ്ട, മുസ്ലിം എന്ന് പറയണ്ട. അസ്വാദിഖുൽ മസ്തൂഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ റൗമാൻ എന്ന മലക്കിവൻ കണ്ണിമിടിക്കുമ്പോ, കണ്ണു തുറക്കുമ്പോ പറയുന്നതെന്താ? അത് ബൈത്തുള്ളാ, ഇത് ഇടുക്കത്തിന്റെ വീടാ, ഇത് ഞെരുക്കത്തിന്റെ വീടാ, ഇത് സുഖലോലുപതയുടെ വീട് അല്ല, അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമല്ല. ഈ വീട് നിനക്കറിയുമോ? ഇവിടെ നിന്റെ സന്ദർശകര് മലക്കുകളാ, ഇവിടെ നിന്റെ കൂടെ കിടക്കുന്നത് പുഴുക്കളാ. ഈ ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ്, വിവരങ്ങളാണ്. ഈ ഖബറിൽ ആദ്യമായിട്ട് റൗമാൻ എന്ന മലക്ക് പറയുന്നത്. ഇത് കേട്ട് വിറക്കുകയാ, അവൻ കിടന്ന് പെടയുകയാ. ആ സമയത്ത് റൗമാൻ എന്ന മലക്ക് ഭവ്യതയോടെ സമാധാനത്തോടെ പറയുന്നു, മോനെ, മുസ്ലിം ചെറുപ്പക്കാരറിഞ്ഞിരുന്നെങ്കിൽ, മുസ്ലിം സഹോദരിമാരറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈമാനുണ്ടോ? വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി സയസ്തഖ്ലിഫന്നഹും കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. ഈമാനുള്ള ആളുകൾക്ക് പടച്ച റബ്ബ് ഒരുപാട് ഓഫർ കൊടുത്തിട്ടുണ്ട്. അവർക്ക് പേടി വേണ്ട, അവർക്ക് ദുനിയാവിൽ പൗരത്വം തെളിയിക്കേണ്ട ആവശ്യമില്ല. പൂർവകാലത്തുള്ള ആളുകൾക്ക് അധികാരവും സ്വാധീനവും കൊടുത്തതുപോലെ എല്ലാ ഈമാനുള്ളവർക്കും സുഹൃതങ്ങൾ ചെയ്തവർക്കും അല്ലാഹു അതാ കൊടുക്കുമെന്ന് റബ്ബ് ഓഫർ ചെയ്തതാ. അധികാരം കൊടുക്കുമെന്ന് ഓഫർ ചെയ്തതാ, സ്ഥാനം കൊടുക്കുമെന്ന് റബ്ബ് ഓഫർ ചെയ്തതാ. അവർക്ക് ഭയമില്ല, പേടിയില്ല, ആരും അവരെ ചോദ്യം ചെയ്യില്ല. എല്ലാവർക്കും അവരോട് ആദരവാ. വലയുമക്കിനന്ന ലഹും ദീനഹും ഉർത്തദാലഹും. അവർക്ക് പടച്ച റബ്ബ് പൊരുത്തപ്പെട്ട ദീനനുസരിച്ച് ജീവിക്കാൻ എല്ലാ കാലത്തും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് റബ്ബിന്റെ ഓഫറാ. അതിന് മോനെ ഈമാൻ വേണം, അതിന് മോനെ സുഹൃതങ്ങൾ പ്രവർത്തിക്കണം. ഈമാനാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ ഭയവിഹ്വലനായി നിൽക്കുന്ന ഖബറിലെ മയ്യത്തിനോട് ഈ മലക്ക് പറയും, ഉക്തുബ് അമലക, ജീവിതത്തിൽ നീ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളും നീ ഒന്ന് എഴുതുക. പ്രായപൂർത്തി എത്തിയതിന് ശേഷം നീ ചെയ്ത എല്ലാ അമലും എഴുതുക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്, അയിമ്മത്ത് രേഖപ്പെടുത്തിയതാണ്. ഓ മുസ്ലിമീങ്ങളെ, ആ സമയത്ത് ഭയവിഹ്വലനായി കൂരിട്ടിൽ കിടക്കുന്ന മനുഷ്യൻ, എഴുന്നേൽക്കാൻ കഴിയാത്ത മനുഷ്യൻ, നെഞ്ഞിന്റെ താഴോട്ട് ചലനമില്ലാത്ത മനുഷ്യൻ, കണ്ണുകൾ മിടിച്ചുകൊണ്ട്, ചുണ്ടുകൾ ചലിപ്പിച്ചുകൊണ്ട്, കാതുകൾ കൂർപ്പിച്ചുകൊണ്ട് പറയുന്നു, ഇല്ല, ഇവിടെ പേനയില്ല, കടലാസില്ല, എഴുതാനറിയില്ല. ഈ അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയാറുണ്ടോ? മുത്തുനബിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ?
അല്ലാഹു ഉണ്ടെന്ന് പറഞ്ഞു തന്നത് നബിയല്ലേ? മലക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു തന്നത് നബിയല്ലേ? ഞാനും നിങ്ങളും ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞു തന്നത് നബിയല്ലേ? ഈ നബിയല്ലേ നമുക്ക് നിസ്കാരം പഠിപ്പിച്ചു തന്നത്? ഈ നബി പറഞ്ഞിട്ടല്ലേ നമ്മൾ നോമ്പെടുക്കുന്നത്? ഈ നബി പറഞ്ഞിട്ടല്ലേ ഇസ്ലാമിന്റെ സർവ്വ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉൾക്കൊള്ളുന്നത്? ഈ മുത്തുനബി പറയുകയാ, ദുനിയാവിൽ വെച്ച് എഴുതാൻ അറിയാത്തവനാണെങ്കിൽ പോലും, സാക്ഷരതയില്ലാത്തവനാണെങ്കിൽ പോലും അവിടെ വെച്ച് എഴുതുന്നതാ. ഈ മലക്ക് ഇവിടത്തെ കടലാസ് കഫം തുണിയാണ്, ഇവിടത്തെ നിന്റെ പേന നിന്റെ പെരൽ കൊടിയാണ്, ഇവിടത്തെ മഷി നിന്റെ ഉമിനീരാ. നിന്റെ ഉമിനീര് വിരൽ തുമ്പിൽ മുക്കിയിട്ട് കഫം തുണിയിൽ എഴുതുക. റൗമാൻ എന്ന മലക്ക് നിന്നെ ധരിപ്പിക്കപ്പെട്ട കഫൻ തുണിയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുക്കുകയാ. മുറിച്ചിട്ട് നിന്റെ പേനന്റെ സ്വന്തം വിരൽ തുമ്പ് കൊണ്ട് എഴുതുന്നതാ. ഇന്ന് രാവിലെ മുതൽക്ക് ഈ സമയം വരെ ഞാനും നിങ്ങളും പറഞ്ഞതെല്ലാം, ഞാനും നിങ്ങളും ചെയ്തതെല്ലാം, ഇന്ന് കാലത്ത് എഴുന്നേറ്റതിന് ശേഷം ഈ നിമിഷം വരെ പറഞ്ഞതും ചെയ്തതും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇതെല്ലാം നമുക്ക് ഓർമ്മയിൽ വരുന്നുണ്ടല്ലോ. ഇതെല്ലാം എഴുതാൻ നമുക്ക് കഴിയുമല്ലോ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രായപൂർത്തി എത്തിയതിന് ശേഷം മരണം വരെ അവൻ ചെയ്തതും പറഞ്ഞതും ചിന്തിച്ചതുമായ സകല കാര്യങ്ങളും അവന് ഓർമ്മയിൽ വരുന്നതാ, അവൻ എഴുതുന്നതാ എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിക്കൊടുത്തു. ഇബ്നു മസ്ഊദേ, പടച്ച റബ്ബ് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, വകുല്ല ഇൻസാനിൻ അൽസംനാഉ ത്വാഇറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. ഓരോ മനുഷ്യനും ജീവിതത്തിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളും അല്ലാഹു അവന്റെ കഴുത്തിൽ കെട്ടി തൂക്കുന്നതാണ്, എഴുതിയിട്ട് തൂക്കുന്നതാ. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. ഒരു പുസ്തകമായി ഖിയാമത്ത് നാളിൽ പുറത്തു കൊണ്ടുവരുന്നതാ. ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. മലക്കുകൾ എഴുതിയത് മുഴുവനും, മലക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് മുഴുവനും നിഷേധിക്കുന്ന മനുഷ്യനാ. താൻ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന സർവ്വ തെറ്റുകളും സർവ്വ തിന്മകളും എല്ലാ ഖൈറും ഷർറുമായ കാര്യങ്ങൾ മലക്കുകൾ എഴുതിയിട്ട് വായിക്കുമ്പോൾ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇത് വല്ലാത്ത പുസ്തകമാണ്, ഒന്നുപോലും ഒഴിഞ്ഞു പോയിട്ടില്ല, മറന്നു പോയിട്ടില്ല. അങ്ങനത്തെ പുസ്തകം വായിച്ചുകൊണ്ട് മലക്കുകളെ പഴിചാരുമ്പോൾ ഇവര് വെറുതെ എഴുതിയതാ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് മനുഷ്യൻ പടച്ച റബ്ബിന്റെ മുൻപിൽ നിഷേധിക്കുമ്പോ അവനവന്റെ കൈപ്പട കൊണ്ട് എഴുതിയത് എടുത്തു കാണിക്കാനാ. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ഇത് നീ എഴുതിയതാ, നിന്റെ കൈപ്പടയാ, നിന്റെ കൈയെഴുത്താ എന്ന് പറഞ്ഞു കാണിക്കാൻ വേണ്ടിയിട്ട് പടച്ച റബ്ബ് ഖബറിലെത്തിയിട്ട് എഴുതിപ്പിക്കുകയാ. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖബറിലെ ആദ്യത്തെ അനുഭവം അതാ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ കഫൻ തുണി, ആ എഴുതിയിരിക്കുന്ന കഷ്ണം ഓരോ മനുഷ്യന്റെയും കഴുത്തിൽ കെട്ടിത്തൂക്കും. കെട്ടിത്തൂക്കി കഴിഞ്ഞാൽ റൗമാൻ എന്ന മലക്ക് പറയും, കാത്തു കിടന്നോ, ഏതാനും നിമിഷത്തിനുള്ളിൽ ഫത്താനുൽ ഖബർ വരുന്നു. മക്കളെ, ഇതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്,
അറിയേണ്ട അറിവൊക്കെ മനുഷ്യൻ മറന്നുപോയി. പഠിക്കേണ്ടത് പഠിച്ചിട്ടില്ല, അറിയേണ്ടത് അറിഞ്ഞിട്ടില്ല. ഒട്ടുമിക്ക ഇൽമും ലോകത്തുനിന്ന് ഉയർത്തപ്പെടുകയാ. നിങ്ങൾ കേട്ടില്ലേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹബീബായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിന്റെ ശിക്ഷയെപ്പറ്റി പഠിപ്പിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഒരു നിസ്കാരത്തിന്റെ ശേഷം അവിടുന്ന് പ്രാർത്ഥിക്കാതെ സലാം വീട്ടിയിട്ടില്ല. ഞാൻ സാന്ദർഭികമായ ഒരു മസല കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഏത് നിസ്കാരമാണെങ്കിലും, മയ്യിത്ത് നിസ്കാരമല്ലാത്ത ഏത് നിസ്കാരമാണെങ്കിലും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്ത ഒരു നിസ്കാരവുമില്ല. അതാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയ ശേഷം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടൽ കറാഹത്താണ്. നമ്മിൽപ്പെട്ട ഒട്ടുമിക്ക ആളുകളും സുന്നത്ത് നിസ്കാരമാകുമ്പോ ദുആ ചെയ്യലില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ എന്ന് സ്വലാത്ത് മാത്രം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുന്ന രീതിയല്ലേ നമ്മിൽ പല ആളുകൾക്കുമുള്ളത്. മക്കളെ, പഠിക്കണം. ഇതാ നിസ്കാരത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ സലാം വീട്ടല്ല. ഹബീബായ തങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന അധിക പ്രാർത്ഥനയും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഈ 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ ഒരു നിസ്കാരത്തിൽ നിന്ന് മുത്തുനബി സലാം വീട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, പൊതുജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുമ്പോൾ പള്ളികളിലൊക്കെ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന കൃത്യമായ മഅ്മൂമീങ്ങളല്ലാത്ത വിദൂരമായ സാധ്യതയുണ്ടെങ്കിൽ പോലും അതേ കൃത്യമായ ആളുകളല്ലാതെ അപൂർവമായിട്ടെങ്കിലും മറ്റുള്ളവർ വരാൻ സാധ്യതയുള്ള പള്ളികളാണ്. അത്തരം പള്ളികൾക്കാണ് മത്റൂക്കായ പള്ളി എന്ന് പറയുന്നത്. അങ്ങനത്തെ പള്ളികളിൽ ഇമാം നിന്ന് നിസ്കരിക്കുമ്പോ നിസ്കാരത്തിൽ അത്തഹിയ്യാത്തുവിന് ശേഷം സ്വലാത്തിന് ശേഷം എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥിക്കരുത്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു, അതിന്റെ അവസാനം വരെ പ്രാർത്ഥിക്കരുത്. അത് കറാഹത്താണെന്ന് പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ. ഈ 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതാണ്. സുന്നത്ത് നിസ്കാരത്തിലും പ്രാർത്ഥിക്കേണ്ടതാണ്. മക്കളെ, ഏറ്റവും കൂടുതൽ നീട്ടി നിസ്കരിക്കേണ്ടത് സുന്നത്ത് നിസ്കാരങ്ങളാണ്. ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴാണ് സുന്നത്ത് നിസ്കാരങ്ങളാണല്ലോ കൂടുതൽ നീട്ടി നിസ്കരിക്കേണ്ടത്. ഏറ്റവും വലിയ സൂറത്ത് ഓതേണ്ടത് സുന്നത്ത് നിസ്കാരങ്ങളിലാണ്. അതേ സമയത്ത് നമ്മിൽപ്പെട്ട ആരോഗ്യമുള്ള ചെറുപ്പക്കാര് സുന്നത്ത് നിസ്കരിക്കൽ കുറവാണ്. ചെറുപ്പക്കാരല്ലേ കൂടുതൽ സുന്നത്ത് എടുക്കേണ്ടത്. അവർക്കല്ലേ കൂടുതൽ ആരോഗ്യമുള്ളത്. അവർക്കല്ലേ മുട്ടിൻകാലിന് കംപ്ലൈന്റ് ഇല്ലാത്തത്. അവർക്കല്ലേ ഏതേഷ്ടം കുനിയാനും നിവരാനും ഒക്കെ കഴിയുന്നത്. ആരോഗ്യമുള്ള സമയത്തല്ലേ കൂടുതൽ സുന്നത്തുകൾ എടുക്കേണ്ടത്. അതേ സുന്നത്ത് നിസ്കാരത്തിലാ വലിയ വലിയ സൂറത്തുകൾ ഓടേണ്ടത്. സുന്നത്ത് നിസ്കാരത്തിലാ ദീർഘമായ പ്രാർത്ഥന നടത്തേണ്ടത്. സുന്നത്ത് നിസ്കാരത്തിലാ കൂടുതൽ തസ്ബീഹുകൾ ചൊല്ലേണ്ടത്. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്, ഖബറിന്റെ ശിക്ഷയെ തൊട്ട് കാവൽ തേടാതെ മുത്തുനബി ഒരു നിസ്കാരത്തിൽ നിന്നും സലാം വീട്ടിയിട്ടില്ല.
ഹബീബായ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് റൗമാൻ എന്ന മലക്ക് പറയുന്നു, മോനെ കാത്തു കിടന്നോ, ഫത്താനുൽ ഖബർ വരുന്നു. ബഹുമാനപ്പെട്ട റൗമാൻ എന്ന മലക്ക് ഇതെല്ലാം പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് തിരിച്ചു പോവുകയാ. അല്ലാ, നിങ്ങളൊന്ന് ഓർത്തു നോക്കുക ആ രംഗം. ഈ ഇരുളടഞ്ഞ ഇതാ ഇടുങ്ങിയ ഖബറിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് പിന്നീട് ഖബറിന് വല്ലാത്തൊരു ലഹ്തത്തുണ്ട്. ഒരാളും ഖബറിന്റെ ലഹ്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ലൗ നജാ അഹദും മിൻ ലഹ്തത്തിൽ ഖബരി, ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടേണ്ടിയിരുന്നത് ലനജാ സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടേണ്ടിയിരുന്നു. പക്ഷേ ഖബറിന്റെ ലഹ്തത്തിൽ നിന്ന്, ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ഓ മുസ്ലിമീങ്ങളെ, ഖബറാകുന്ന മണ്ണറയിലേക്ക് ഞാൻ എത്തിയിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് കേൾക്കണോ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ വളർത്തിയത് 4 പെൺകുട്ടികളെയാ. ഹബീബായ തങ്ങളുടെ ചെറുക്കും ആൺകുട്ടികള്, തങ്ങൾക്ക് 3 ആൺകുട്ടികൾ പിറന്നിരുന്നു. അബ്ദുള്ള എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു, ഖാസിം എന്നു പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു, ഇബ്രാഹിം എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. റളിയല്ലാഹു അൻഹും അവരൊക്കെ ചെറുപ്പത്തിൽ തന്നെ വഫാത്തായി പോയതാ. അല്ലാഹുവിന്റെ റസൂൽ വളർത്തി വലുതാക്കിയിട്ടുള്ളത് 4 പെൺകുട്ടികളാ. അവിടുത്തെ മൂത്ത മകൾ മഹദിയായ ബീവി സൈനബ, രണ്ടാമത്തെ മകൾ ബീവി ഉമ്മു കുൽസൂമ, മൂന്നാമത്തെ മകൾ ബീവി റുഖിയ്യയാണ്, 4ാമത്തെ മകൾ ബീവി ഫാത്തിമയാ. അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന ഏക മകൾ മഹദി ബീവി ഫാത്തിമയാ. സ്വർഗത്തിലെ പെണ്ണുങ്ങളെ രാജാക്കന്മാര്, നേതാക്കന്മാരെന്ന് പരിചയപ്പെടുത്തിയ 4 പെണ്ണുങ്ങളുണ്ട്. അതിലൊന്ന് മഹദി ബീവി ഫാത്തിമത്ത് ബിൻത് മുഹമ്മദ, ആസിയത്ത് ബിൻത് മുസാഹിബ, മറിയം ബിൻത് ഇമ്രാന, ഖദീജത്ത് ബിൻത് ഖുവൈലിദ. ഈ ഉമ്മത്തിൽ നിന്ന് ഖദീജ ബീവിയും ഫാത്തിമ ബീവിയുമാണ്. റസൂലുള്ളാഹിന്റെ 3 പെൺകുട്ടികൾ ജീവിതകാലത്ത് തന്നെ വഫാത്തായിട്ടുണ്ട്. അതിൽ മുത്തുനബിന്റെ മൂത്ത മകളാണ് ബീബി സൈനബ റളിയല്ലാഹു അൻഹാ. അവരാണ് 3 മക്കളിൽ നിന്ന് 3ാമതായി മരണപ്പെട്ടത്. സൈനബ ബീവി മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നുമോളാണ്, അവിടുത്തെ ആദ്യത്തെ കൺമണിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രിയപ്പെട്ട മകള് സൈനബ് മരണപ്പെട്ടപ്പോൾ സൈനബ ബീവിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത പെണ്ണുങ്ങളോട് മുത്തുനബി പറഞ്ഞത് സഹീഹുൽ ബുഖാരിയിലുണ്ട്, സഹോദരിമാരെ, നിങ്ങൾ എന്റെ പൊന്നുമോളെ കുളിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്റെ പൊന്നുമോളെ വലഭാഗം കുളിപ്പിച്ചുകൊണ്ടു നിങ്ങൾ തുടങ്ങണം. എന്റെ പൊന്നുമോൾക്ക് വുളൂഇന്റെ അവയവങ്ങളൊക്കെ ആദ്യം നിങ്ങൾ കഴുകണം. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് സൈനബിന്റെ മുടി നിങ്ങൾ ചീകിക്കെട്ടുമ്പോ 3 ഇതളുകളായി നിങ്ങൾ മെടഞ്ഞിടണം എന്നൊക്കെ തങ്ങൾ നിർദ്ദേശം കൊടുത്തതാ. എന്നിട്ട് എന്റെ പൊന്നുമോളെ നിങ്ങൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ എന്നെ ഒന്നറിയിക്കണേ. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മകള് സൈനബിനെ മയ്യത്ത് കുളിപ്പിച്ചു. തങ്ങൾ പറഞ്ഞതുപോലെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോ തങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ്. അറിയിച്ചപ്പോൾ ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ധരിച്ചൊരു കുപ്പായം കൊണ്ടുവന്നിട്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ശരീരത്തോട് ചേർത്തിയിട്ട് ഈ കുപ്പായം ധരിപ്പിക്കണേ.
എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോള് സൈനബിന്റെ ശരീരത്തോട്, ശരീരത്തിന്റെ തൊലിയോട് ആദ്യം ഈ കുപ്പായം നിങ്ങൾ ചേർത്തി വെക്കണേ, അതിനുശേഷം നിങ്ങൾ കഫൻ ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞതാ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അവിടെ ഞങ്ങൾ അവിടുത്തെ പുന്നാര മകളെ കഫൻ ചെയ്തു. ഹബീബായ തങ്ങൾ നിസ്കരിച്ചു. നിസ്കരിച്ചതിന് ശേഷം ഖബറിന്റെ അരികിലേക്ക് എടുത്തു. ഹബീബായ തങ്ങളും ഖബറിന്റെ സമീപത്തിരിക്കുന്നു. മഹദി ബീവി സൈനബിനെ ഖബറിലേക്ക് ഇറക്കി കിടത്തി. തങ്ങൾ സമീപത്ത് നോക്കിയിരിക്കുകയാ. സഹീഹുൽ ബുഖാരിയിൽ കാണാ ഖബറിന്റെ അടുത്ത് വടിയും കുത്തിപ്പിടിച്ചിരുന്നു എന്ന് റസൂലുള്ളാഹിനെ പറ്റി ഹദീസിന് തർജമ കൊണ്ടുവന്നത് ബുഖാരിയിലുണ്ട്. ആ രൂപത്തിൽ തങ്ങൾ ഖബറിന്റെ അടുത്തിരിക്കുകയാണ്. ഹബീബായ തങ്ങളിരിക്കുമ്പോ നേരത്തെ പറഞ്ഞ പോലെ മയ്യത്തിന്റെ ഖബർ മൂടി. കണ്ണുകൾ നിറച്ചപ്പോൾ, മീസാൻ കല്ലും കുത്തിയപ്പോൾ ഹബീബ് പൊട്ടി പൊട്ടി കരഞ്ഞു. തങ്ങളെ കരച്ചിൽ കണ്ട് ഞങ്ങളെ നേരങ്ങൾ നിറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിച്ചു, ഇതെന്ത് യാ റസൂലല്ലാഹ്, തങ്ങളിങ്ങനെ കരയുകയോ, തങ്ങളിങ്ങനെ പൊട്ടിക്കരയുകയോ? ഹബീബായ തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, ആഖിർ സമാനിലെ മക്കളെ, ഉമ്മമാരെ, ഉപ്പമാരെ, ഞാൻ നിങ്ങളോട് പറയുന്നത് കെട്ടുകഥയല്ല, ഞാൻ നിങ്ങളോട് പറയുന്നത് നോവലല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞ ചിത്രീകരണങ്ങളല്ല. ഇന്ന് വരെ ഈ ഖബറിലേക്ക് ഇറക്കി കിടത്തിയിട്ടുള്ള ആളുകളെ പറ്റി എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പഠിക്കണമെന്നോർത്തിട്ടുണ്ടോ? അനുഭവത്തെ കുറിച്ച് നിങ്ങൾ, അവരുടെ അനുഭവങ്ങളെ പറ്റി നിങ്ങൾ ആരെങ്കിലും ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ?